ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഒരു മണിക്കൂറിലെ ഫലം അറിയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. അതായത് ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ എണ്ണാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. അതിൽ NDAയുടെ വലിയ മുന്നേറ്റമാണ് കണ്ടത്. ഏകദേശം 120ഓളം സീറ്റുകളിൽ NDA അഥവാ BJP സഖ്യം മുന്നിൽ നിൽക്കുമ്പോൾ വെറും 50-60 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യം മുന്നിട്ട് നിന്നത് എങ്കിൽ ഇപ്പോൾ EVM എണ്ണിത്തുടങ്ങി, വോട്ടിംഗ് മെഷീൻ എണ്ണിത്തുടങ്ങി. അരമണിക്കൂർ ആകുമ്പോഴേക്കും ഒപ്പത്തിനൊപ്പം നീങ്ങുകയാണ്. 90 എന്നുള്ള നിലയിലേക്ക് ഇന്ത്യ സഖ്യവും NDA സഖ്യവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. RJDയുടെ അതായത് തേജസ്വി യാദവ് നയിക്കുന്ന RJD അതിശക്തമായ മുന്നേറ്റമാണ് ബീഹാറിൽ നടത്തിയിരിക്കുന്നത്. അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഏകദേശം മാറിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. പോസ്റ്റൽ ബാലറ്റിൽ ഉണ്ടായിരുന്നത് സർക്കാരിനെതിരുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പിച്ചില്ല എങ്കിലും അത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പോസ്റ്റൽ ബാലറ്റുകളിൽ പരമാവധി നേടിയിട്ടുള്ളത് കൊണ്ട് തന്നെ തേജസ്വി യാദവിനും ഇന്ത്യ സഖ്യത്തിനും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. എങ്കിൽ EVM എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ അതായത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരും അതുപോലെ യുവാക്കളും ഒക്കെ NDA സർക്കാരിനെതിരെ തിരിയുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് EVM എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നത്. അതായത് ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും തകിടം മറിയുമോ എന്നുള്ളൊരു തോന്നൽ EVM എണ്ണിത്തുടങ്ങി ആദ്യത്തെ അരമണിക്കൂറിൽ ബീഹാറിൽ വന്നിരിക്കുന്നു. ഈ സൂചന നൽകുന്നത് RJD വലിയ മുന്നേറ്റം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ സീറ്റുകൾ അത്ര കണ്ട് ഉയരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ വോട്ടുകൾ പരമാവധി അവർക്ക് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് വ്യക്തിപരമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഇടങ്ങളിലെല്ലാം അവർ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തേജസ്വി യാദവിന്റെ കൈയും പിടിച്ച് ഇന്ത്യ മുന്നണിക്ക് ഭരണം നേടാനാകുമോ അല്ല NDA തന്നെ വീണ്ടും തുടരുമോ എന്നുള്ളത് വ്യക്തമാകുന്നില്ല എങ്കിലും EVM എണ്ണിത്തുടങ്ങുമ്പോൾ, വോട്ടിംഗ് മെഷീൻ എണ്ണിത്തുടങ്ങുമ്പോൾ അതിശക്തമായ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി നടത്തി തുടങ്ങിയിരിക്കുന്നത്. അതിനർത്ഥം വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ ഒഴിച്ചുള്ള വോട്ടർമാർ ഇന്ത്യ മുന്നണിക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഏകപക്ഷീയമായ മുന്നേറ്റം NDAയും BJPയും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ഈ വോട്ടെണ്ണലിന്റെ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. അത്തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. NDA 90ഉം അതുപോലെ ഇന്ത്യ സഖ്യം 90ൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വോട്ടെണ്ണലിന്റെ അവസാനം വരെ വലിയ പ്രേക്ഷകരെ അല്ലെങ്കിൽ വോട്ടർമാരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വോട്ടെണ്ണലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയാണ്.